Welcome to class 12 physics for HSC, ISC and CBC students. Today we start unit 8 atoms and nuclei, and the first topic is alpha particle scattering experiment. So the class 12 physics higher secondary class ആണ് HSC, CBC, ISC സ്റ്റുഡൻസിന് വേണ്ടി ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ എന്ന് പറയുന്ന യൂണിറ്റ് 8 ആരംഭിക്കുകയാണ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അതാണ് ഫസ്റ്റ് P58, ക്ലാസ് നമ്പർ P58. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്ന മുമ്പ് നമ്മൾ ഐസോട്ടോപ്സ് എന്താണെന്ന് പറഞ്ഞേക്കാം. അത് ചിലപ്പോൾ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അടക്കം ചോദിക്കും. Isotopes are elements that have the same atomic number but different mass numbers. You write as mass numbers. Examples of isotopes of the hydrogen are prosium 1H1, deuterium 2H1 or 1H2, and tritium 1H3. ഇവിടെ മാസ് നമ്പർ ലെഫ്റ്റ് ടോപ്പിൽ എഴുതിയിരിക്കുകയാണ്. പലതരത്തിൽ എഴുതാറുണ്ട്. ഇപ്പോൾ prosium, deuterium and tritium are the isotopes of hydrogen, and similarly isotopes of carbon are C12, C13, C14, etc. They are the isotopes. The same atomic number, different mass numbers, these atoms. Isobars are the elements that have different atomic number but have the same mass number. Example, 90K40, 18AR40, 20CA40. The mass number is written bottom right side. Here all the elements have the same mass number but different different atomic numbers, hence they are called isobars. Isobar എന്ന് പറഞ്ഞാൽ ഐസോട്ടോപ്പിൻ്റെ നേരെ ഒരു വ്യത്യസ്തമായതാണ്. ഐസോട്ടോപ്പിൽ സെയിം അറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് മാസ് നമ്പേഴ്സ്, ഐസോബാറിൽ സെയിം മാസ് നമ്പർ ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പേഴ്സ്. ഐസോബാർസിൻ്റെ എക്സാമ്പിളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സിമ്പിൾ മാറും, അറ്റോമിക് നമ്പർ മാറിയാൽ സിമ്പിൾ മാറും. ഇനിയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്ക് തുടങ്ങുന്നത്. ഇതാണ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നീറ്റായിട്ട് വരയ്ക്കുക. ഇവിടെ ഒരു സോഴ്സ് ഓഫ് റിഡാക്റ്റീവ് ന്യൂക്ലിയസ്, റിഡാക്റ്റീവ് സോഴ്സ് ഉണ്ട്. അതിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വരും. ആൽഫ പാർട്ടിക്കിൾ ആർ സ്കാറ്റേഡ് ആൻഡ് ദേ ആർ falling on a slit. Slit will produce a fine beam of alpha rays, and these alpha rays are falling upon a gold foil of very small thickness, and rays, alpha particles scattered from gold foil are received on photofilms or detectors, and the intensity of alpha rays scattered are measured. അപ്പോൾ ഇവിടെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യമുള്ളത് റിഡക്റ്റീവ് സോഴ്സ്. അതിൽ നിന്ന് ആൽഫ കിരണങ്ങൾ പുറത്തേക്ക് വരും. അതൊരു സ്ലിറ്റിനകത്തുകൂടി, ഒരു ലെഡ് സ്ലിറ്റിനകത്ത് കടത്തിവിടും. ഒരു ഫൈൻ ബീം ഓഫ് ആൽഫ റൈസ് ഉണ്ടാകും. അതൊരു ഗോൾഡ് ഫോയിൽ വന്ന് പതിക്കുകയാണ്. ഒരു സ്വർണത്തിൻ്റെ നേരത്തെ തകിട്, വളരെ തിക്നെസ് കുറവാണ് അതിന്. അപ്പോൾ ഈ ഗോൾഡ് ഫോയിലിൽ നിന്ന് ഈ റൈസ് സ്കാറ്റർ ചെയ്യും. എന്നിട്ട് ഒരു സിലിണ്ടറിക്കൽ ക്യാമറ പോലെ ഒരു ഫോട്ടോ ഫിലിമിൽ പതിക്കും, അല്ലെങ്കിൽ ഡിറ്റക്ടേഴ്സ് നമുക്ക് വേരിയസ് ആംഗിൾസ് വെച്ചിട്ട് ഈ ആൽഫ റൈസ് ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ വെച്ച് ഡിറ്റക്റ്റ് ചെയ്യാം, പല സൈഡിൽ വെച്ച് ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആൽഫ പാർട്ടിക്കിൾ ഡിറ്റക്റ്റ് ചെയ്യും. ഒറിജിനലി ഒരു ഫോട്ടോ ഫിലിമാണ് ഉപയോഗിച്ചത്. Rutherford conducted an experiment by bombarding alpha particles into a thin sheet of gold, and then noticed their interaction with the gold foil and a trajectory or path followed by these particles. അപ്പോൾ അദ്ദേഹം പരീക്ഷണം ചെയ്തത്, ഈ റദർഫോർഡ് പരീക്ഷണം ചെയ്തത്, ഗോൾഡ് ഫോയിലേക്ക് ആൽഫ പാർട്ടിക്കിളിനെ വീഴ്ത്തുകയും അവയിൽ നിന്ന് സ്കാറ്റർ ചെയ്ത് വരുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി നോട്ട് ചെയ്തു. ഇൻ ദ എക്സ്പെരിമെൻറ്റ് റദർഫോർഡ് passed, you write a passed very high streams of alpha particle from a radioactive source, that is alpha particle emitter. Alpha particle emitter radioactive source are at a thin film of 100 nanometer thickness of gold. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ ഫൈൻ ബീം ഒരു 100 നാനോമീറ്റർ ഘനമുള്ള, അല്ല അതിനേക്കാൾ അല്പം കൂടുതലുള്ള
ഒരു ഗോൾഡ് ഫോയിൽ പതിക്കുകയാണ്. ഇൻ ഓർഡർ ടു എക്സാമിൻ ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആൽഫ പാർട്ടിക്കിൾസ്. ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ഡിഫ്ലക്ഷൻ അളക്കാൻ ആൽഫ പാർട്ടിക്കിൾസ് he placed a screen of fluorescent zinc sulfide around the thin gold foil. അപ്പോൾ ഒറിജിനലി അദ്ദേഹം വെച്ചത് ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീനാണ്. സിങ്ക് സൾഫൈഡ് പുരട്ടിയ ഫ്ലൂറസെൻ്റ് ആണ് സിങ്ക് സൾഫൈഡ്, അത് പുരട്ടിയ സ്ക്രീനാണ് അദ്ദേഹം ഒറിജിനലി വെച്ചത്. ഇക്കാലത്ത് ഈ പരീക്ഷണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകം ഇലക്ട്രോണിക് ഡിറ്റക്ടേഴ്സ് ഉണ്ട്. റൂദർഫോർഡ് മെയ്ഡ് certain observations that oppose തോംസൺസ് അറ്റോമിക് മോഡൽ. തോംസണിൻ്റെ ഒരു അറ്റോമിക് മോഡലുണ്ട്, ആറ്റം മോഡലുണ്ട്. അത് പിന്നീട് സ്വീകരിച്ചില്ല, അതിന് സ്വീകരണം ലഭിച്ചില്ല. അപ്പോൾ ഈ തോംസൻ്റെ മോഡലിന് ഉള്ള കുഴപ്പങ്ങൾ അദ്ദേഹം ഇവിടെ പരിഹരിക്കുകയാണ് ഈ പരീക്ഷണത്തിലൂടെ. അപ്പോൾ ആറ്റത്തിന് പലരും മോഡൽ നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യം തോംസൺ മോഡൽ, പിന്നെ റദർഫോർഡ്സ് മോഡൽ, പിന്നെ മോഡിഫൈഡ് ബോർ മോഡൽ, സോമർഫീൽഡ് വെക്ടർ ആറ്റം മോഡൽ, അങ്ങനെ അനേകം മോഡലുണ്ട്. ഈ മോഡൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ സയൻസിലെ ഒരു രീതിയാണ്. മോഡൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തത് തോംസനാണ്, അത് സ്വീകാര്യമായില്ല അതിൻ്റെ ഫീച്ചേഴ്സ്. തുടർന്നാണ് റദർഫോർഡ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിലൂടെ ഒരു പുതിയ ആറ്റം മോഡൽ നിർമ്മിച്ചത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. എന്താണ് ഈ പരീക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ? ദ ഒബ്സർവേഷൻസ് ഓഫ് റദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആർ. എന്തെല്ലാം നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്? ആ നിരീക്ഷണങ്ങളുടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നടുക്ക് പ്ലസിറ്റി കാണിച്ചത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്ലൗഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ ക്ലൗഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വളരെ റിമോട്ടായിട്ട് പോകുന്ന ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ഇല്ലാതെ നേരെ അങ്ങോട്ട് പോകും. സിങ്ക് സൾഫൈഡ് സ്ക്രീൻ അനലൈസ് ചെയ്തപ്പോൾ കണ്ടതാണ്. ഈ ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലെ കൂടി പോകുന്ന ആൽഫ പാർട്ടിക്കിളിന് ഡീവിയേഷൻ ഇല്ലാതെ പോകുന്നത് കാണാം. എന്നാൽ ന്യൂക്ലിയസിനോട് കുറച്ച് ക്ലോസ് ആകുന്ന പാർട്ടിക്കിൾ സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നത് കാണാം. സൈഡിലോട്ട് പോകുന്നതും കാണിച്ചിട്ടുണ്ട്. FU എന്നുള്ളത് കാണിച്ചത് സൈഡിലേക്ക് പോകുന്നത്, അത് ന്യൂക്ലിയസിന് ക്ലോസ് ആയിട്ടാണ്. ന്യൂക്ലിയസിനോട് നേരെ വരുന്നത് അത് പാസ് ചെയ്യുന്നില്ല, അത് ബൗൺസ് ചെയ്യും, നേരെ റിട്ടേൺ ആകുന്നത് കാണാം. അപ്പോൾ റിട്ടേൺ ആകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂക്ലിയസ്, ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവാണ്, ന്യൂക്ലിയസും പോസിറ്റീവ് ആയതുകൊണ്ട് ശക്തമായ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ മൂലമാണ് റിപ്പൽ ചെയ്തതെന്ന് അദ്ദേഹം അനുമാനിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്രത്തിൽ, ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തു ഉണ്ടെന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യും. അതാണ് പരീക്ഷണം. അപ്പോൾ അദ്ദേഹം കണ്ട ഒബ്സർവേഷൻസ് നമ്മളിവിടെ ലൈൻ വരച്ച് കാണിച്ചിരിക്കുകയാണ്. ഈ ന്യൂക്ലിയസിൽ നിന്ന് അകലെ പോകുന്നതെല്ലാം ഡീവിയേഷൻ ഇല്ലാതെ കടന്നു പോകും. ആൽഫ റേസ് അടുത്തു വരുന്നതോറും ഡിഫ്ലക്ഷൻ ഉണ്ടാകും. നേർക്ക് നേർ ആ ഹെഡ് ഓൺ കൊളീഷനിൽ വരുന്ന ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസുമായിട്ട് വരുന്ന ആൽഫ പാർട്ടിക്കിൾ റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് അവിടെ ന്യൂക്ലിയസ്, ഹെവി ന്യൂക്ലിയസ്, പോസിറ്റീവ് ചാർജ് ഉള്ളത് എന്ന് അദ്ദേഹം അനുമാനിച്ചത്. ഫസ്റ്റ് ഹി ഒബ്സർവ്ഡ് that most of the alpha particles that are bombarded towards the gold sheet pass away the foil. They will move away. You can write move away the foil without any deflection, and hence it shows most of the space is empty. First he observed that most of the alpha particles that are bombarded towards the gold foil move എന്ന് മതി. പാസ് അവേക്ക് വേറൊരു മീനിങ് ഉണ്ടല്ലോ. മൂവ് അവേ the foil without any deflection, and hence it shows most of the space empty. അപ്പോൾ അകലെ വരുന്ന പാർട്ടിക്കിൾ യാതൊരു വ്യതിയാനമില്ലാതെ കടന്നു പോകും എന്ന് പറഞ്ഞാൽ അവിടെ ആറ്റത്തിൽ കൂടുതൽ എംറ്റി സ്പേസ് ആണ്, ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നില്ല, ആറ്റത്തിൽ കൂടുതൽ എംറ്റി സ്പേസ് ആണ് എന്നാണ് ഇത് കാണിക്കുന്നത്. സെക്കൻഡ് ഒബ്സർവേഷൻ, ഔട്ട് ഓഫ് ഓൾ some of the alpha particles were deflected through the gold sheet by various small angles, and hence it shows the positive charge in the atom is non-uniformly distributed.
The positive charge is concentrated in a very small volume in the atom. അപ്പോൾ കുറച്ചുകൂടി ഈ അകത്തേക്ക് വരുന്ന ആറ്റത്തിനകത്തേക്ക് വരുന്ന ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്ത് പോകും. അതിനർത്ഥം അവിടെ എവിടെയെങ്കിലും പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ആ എ ഫ്യൂ എന്ന് കണ്ടല്ലോ, അപ്പോൾ അതിന് താഴെ ന്യൂക്ലിയസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ഡിഫ്ലക്ട് ചെയ്ത് സൈഡിലോട്ട് പോകുന്നത്. Very few of the alpha particles, 1 to 2%, were deflected back. ആ ന്യൂക്ലിയസ് നേരെ വരുന്ന പാർട്ടിക്കിളിൻ്റെ കാര്യം പറയുകയാണ്. Very few of the alpha particles, 1 to 2%, were deflected back. That is, only a very less amount of particles had a nearly 180-degree angle of deflection. This shows, this shows that the volume occupied by the positively charged particle is very small as compared to the total volume of the atom. ആറ്റത്തിൻ്റെ മൊത്തം വോളിയമായിട്ട് നോക്കുമ്പോൾ ന്യൂക്ലിയസിന് വോളിയം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ കുറച്ച് പാർട്ടികൾ മാത്രം ജസ്റ്റ് നേരെ ഓപ്പോസിറ്റായിട്ട് ബൗൺസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ നടുക്ക് കാണിച്ച ആ പടത്തിൽ. അപ്പോൾ എന്താ റുദർഫോർഡ് ആറ്റം മോഡൽ, അറ്റോമിക് മോഡൽ? Rutherford proposed the atomic structure of elements on the basis of his experiment according to Rutherford's atomic model. അപ്പോൾ ഈ കണ്ട പരീക്ഷണത്തിലുള്ള നിഗമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു ആറ്റം മോഡൽ തയ്യാറാക്കിയത്. അത് തോംസൺസ് മോഡലിൽ നിന്ന് ഒരു മാർക്ക്ഡ് ഡീവിയേഷൻ കാണിക്കുന്നതാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ നോക്കുക. The positive charged particle was concentrated in an extremely small volume, and most of the mass of an atom is also concentrated in that volume. You can write is concentrated. He called this a nucleus of an atom. അപ്പോൾ ഈ പരീക്ഷണം കാണിക്കുന്നത് ഈ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം പോസിറ്റീവ് ചാർജിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. The positive charged particles was concentrated in an extremely small volume, and most of the mass of an atom was also in that volume. He called this a nucleus of an atom. ഇപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്ത ആറ്റമുകളുടെ സെൻറ്ററുകളെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. Rutherford proposed that there is negatively charged electrons around the nucleus of an atom. First off, the electrons around the nucleus revolves around it in circular path with very high speed. He named orbits to these circular paths. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഈ ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കും. ഇലക്ട്രോൺസ് കറങ്ങുന്ന പാത്തുകളെ ഓർബിറ്റുകൾ എന്ന് വിളിക്കുക. ന്യൂക്ലിയസ് ബീങ് densely concentrated mass of positively charged particles and electrons being negatively charged are held together by strong force of attraction called electrostatic forces of attraction. അപ്പോൾ ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കും. ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. എന്തുകൊണ്ട് ഇലക്ട്രോൺസ് അവിടെ നിന്ന് മാറിപ്പോകുന്നില്ല? അതിൻ്റെ കാരണം ഇവയെ ബൈൻഡ് ചെയ്യാൻ, ഈ നെഗറ്റീവ് ഇലക്ട്രോൺസിനെയും പോസിറ്റീവ് ന്യൂക്ലിയസിനെയും ബൈൻഡ് ചെയ്യാൻ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട് എന്ന് അദ്ദേഹം പറയും. ഇനി പരീക്ഷണത്തിൻ്റെ ചില ലിമിറ്റേഷൻസ്, ചില ഡ്രോബാക്സ്, ചില പോരായ്മകളുണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ്സ് എക്സ്പെരിമെൻറ്റ്. ദ റുദർഫോർഡ് അറ്റോമിക് മോഡൽ, ആറ്റം മോഡൽ, എക്സ്പെരിമെൻ്റ് അല്ല, ആറ്റം മോഡലിൻ്റെ കുഴപ്പങ്ങളാണ്. അദ്ദേഹം പ്രിപ്പയർ ചെയ്ത ആറ്റം മോഡലിൻ്റെ കുഴപ്പങ്ങളാണ് പറയുന്നത്. The Rutherford atom model is failed to explain certain things. ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മോഡലിന് കഴിയില്ല. നമ്പർ 1, according to Maxwell, an electron revolving around the nucleus should emit electromagnetic radiation due to, കറങ്ങുന്ന ഇലക്ട്രോൺസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും എന്ന് മാക്സ്വെൽ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂ ടു ആക്സിലറേറ്റഡ് ചാർജസ്. ഇപ്പോൾ ചാർജ് ആക്സിലറേറ്റ് ചെയ്താൽ അതിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത്.
emit electromagnetic radiations. But the Rutherford model says that the electrons revolve around the nucleus in fixed paths called orbits. ഇപ്പം മാക്സ്വെൽ പറഞ്ഞ വ്യത്യസ്തമായിട്ട് റദർഫോർഡ് പറയും ഇലക്ട്രോൺസ് എല്ലാം ഫിക്സഡ് പാത്തിൽ കറങ്ങുകയാണെന്ന് പറയും. The radiation would carry energy from the motion which led to the shrinking of orbit. Ultimately, electrons would collapse into the nucleus. അപ്പോൾ ഇതാണ് ഈ റുദർഫോർഡ് മോഡലിൻ്റെ ഒരു വലിയൊരു പോരായ്മ. അതായത് ഈ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ റേഡിയേഷൻ പുറത്തേക്ക് പോകണം. അങ്ങനെ പോയാൽ ഈ ഇലക്ട്രോണിൻ്റെ എനർജി കുറഞ്ഞ് ഓർബിറ്റ് സ്പൈറൽ പാത്തിലായി അവസാനം ഈ ഇലക്ട്രോൺ പാത്ത് ന്യൂക്ലിയസിൽ പതിക്കുകയും ആ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാകുകയും ചെയ്യും. ഇതാണ് ഒരു ഡ്രോബാക്ക് റുദർഫോർഡിൻ്റെ മോഡൽ. അപ്പോൾ റുദർഫോർഡ് സ്റ്റേഷനറി ഓർബിറ്റിനെ കുറിച്ച് പറഞ്ഞില്ല, മറിച്ച് കണ്ടിന്യൂസ് സ്പൈറൽ ഓർബിറ്റാണ്. ഈ ഇലക്ട്രോണിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് പോവുകയും ഒടുക്കം ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യും. അങ്ങനെ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാകും എന്നൊരു കൺസെപ്റ്റ് അതിനകത്ത് വരും. Number 2, as per the Rutherford's model, calculations have shown that electrons would collapse into the nucleus in less than 10⁻⁻8 seconds. 10⁻⁻8 seconds മതി ഒരു ഓർബിറ്റ് ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ വീഴാൻ. So Rutherford model has created a high contradiction with the Maxwell's theory, and Rutherford later could not explain the stability of an atom. അപ്പോൾ ഇത് ഈ ഇങ്ങനെ സ്പൈറൽ പാത്തിൽ കറങ്ങി ന്യൂക്ലിയസിൽ വീഴുമ്പോൾ ഈ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാകും. ഇത് മാക്സ്വെല്ലിൻ്റെ പ്രൊഡിക്ഷന് എതിരാണ്. എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് റുദർഫോർഡിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ബോറാണ് കറക്റ്റ് ചെയ്യുന്നത്. ബോറ് സ്റ്റേഷനറി ഓർബിറ്റ് കൺസെപ്റ്റ് കൊണ്ടുവന്നാണ് അത് മാറ്റുന്നത്. Number 3, Rutherford also did not describe the arrangement of electrons in the orbit as one of the drawbacks of his model. ഈ ഓരോ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് വരാം, ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൽ 2, സെക്കൻഡ് ഓർബിറ്റിൽ 8 പരമാവധി, തേർഡ് ഓർബിറ്റിൽ 18 എന്നുള്ള ബോറിൻ്റെ ഒരു കണക്കുണ്ട്. ബോർ പിന്നീട് വരുന്ന മോഡലാണ്. അപ്പോൾ ആ കണക്ക് ഓരോ ഓർബിറ്റിലും ആറ്റത്തിൽ ഇലക്ട്രോൺസ് എത്ര വെച്ചു വരാം എന്നുള്ള കാര്യത്തിലും റദർഫോർഡിന് തീരുമാനം ഒന്നും ഇല്ലായിരുന്നു. No decision was taken by Rutherford regarding number of electrons in separate orbits. Regardless of seeing the early atomic models were inaccurate and failed to explain certain experimental results, they were the base of future developments in the world of quantum mechanics. Regardless of seeing the early atomic models were inaccurate and failed to explain certain experimental results, they were the base for the future development in the world of quantum mechanics. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഐഡിയ വേണ്ടിയിരുന്നു. ഇപ്പോൾ റദർഫോർഡ് മോഡൽ ഉൾപ്പെടെ മിക്കവാറും മോഡലിന് ഈ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയില്ലെങ്കിലും അവയെല്ലാം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് പരിണമിച്ചു എന്നുള്ള വാസ്തവം. എല്ലാ മോഡലും ഓരോ മോഡലും പരിഷ്കരിച്ച് വന്നതാണ് ഈ ആറ്റം മോഡലിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ ഈ ഓരോ മോഡലും ക്വാണ്ടം മെക്കാനിക്സിന് കാര്യമായ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് തുടർന്നുള്ള വേവ് മെക്കാനിക്സ്. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ലെങ്തി ക്വസ്റ്റ്യൻസ് ഒരെണ്ണം വേണം ചോദിക്കാം. ക്വസ്റ്റ്യൻ എസ് ഡിസ്ക്രൈബ് in detail alpha particle scattering experiment, list the various observations. ആ ഒബ്സർവേഷൻ നമ്മൾ ലൈൻ വരച്ച് ആ സർക്കിൾ വരച്ച് ലൈൻ വരച്ച് കാണിക്കണം. ബൗൺസ് ചെയ്യുന്നതും ഡിഫ്ലക്റ്റ് ചെയ്യുന്നതും നേരെ പോകുന്നതൊക്കെ കാണിക്കണം. കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, ഗിവ് ദി ലിമിറ്റേഷൻസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. പ്രത്യേകം ടൈറ്റിലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചാൽ മതി. നമ്പർ 3, ഡ്രോ ദി ഡയഗ്രാം ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. പടം വരച്ച് കാണിക്കുക
ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ. That is all with our 58th lecture. We continue our class with more questions. Thank you very much.